കെ.എസ്.ഇ.ബി. കരാർ ജീവനക്കാരനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിച്ചു. ചിറ്റാരിക്കാലിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചാണ് ജീവനക്കാർ പ്രതിഷേധം അറിയിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ നിന്നായി നിരവധി ജീവനക്കാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കേടായ വൈദ്യുതി മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയ കെ.എസ്.ഇ.ബി. നല്ലോമ്പുഴ സെക്ഷനിലെ കരാർ ജീവനക്കാരൻ തയ്യേനി സ്വദേശി അരുൺകുമാറിനെ വാഹനമിടിപ്പിക്കുകയും ആയുധമുപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധമറിയിച്ച് ജീവനക്കാരുടെ സംഘടനകളുടെ സംയുക്ത സമരസമിതി ചിറ്റാരിക്കാൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. നിരവധി ജീവനക്കാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. INTUC ജില്ലാ സെക്രട്ടറി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ പ്രതിഷേധ യോഗത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഇതിനാധാരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് കാരണമായ സംഭവത്തിന്റെ പ്രതിയായ ആളെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അതേ ആ പ്രതി അവിടെ തടവിൽ ഉണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കെ.എസ്.ഇ.ബി. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവനക്കാർക്കും നമുക്ക് ഉത്തരവാദിത്തം, നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ അതുപോലെ തന്നെ വിശ്രമവും വിനോദവും എന്ന രീതിയിൽ 24 മണിക്കൂറിന് നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും ബാധകമായിരിക്കുമ്പോൾ കെ.എസ്.ഇ.ബി. തൊഴിലാളികൾക്ക് 8 മണിക്കൂറല്ല, നമ്മൾ 12 മണിക്കൂറും 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു അവശ്യ സർവീസിലെ ജീവനക്കാരാണ്. നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000-ത്തിലേറെ നമ്മുടെ ജീവനക്കാരുടെ ഉറവുണ്ടാവുമ്പോൾ ആ ജീവനക്കാരുടെ ജോലിഭാരവും കൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബോർഡിന്റെ മറ്റ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഇത്തരം ചെറിയ ഗുണ്ടകളൊക്കെ തന്നെ നമ്മളെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. നമുക്കറിയാം, ഇന്നലെ നല്ലമ്പുഴയാണെങ്കിൽ ഇന്നലെ അത് തിരുവമ്പാടി, അതിനു മുമ്പേ പാമ്പാടിയും കല്ലായിലും ഒക്കെ തന്നെ ജീവനക്കാരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കെ.എസ്.ഇ.ബി. വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. ജനാർദ്ദനൻ തകരാറായ മീറ്റർ നോക്കൂ, അദ്ദേഹത്തിന്റെ ബില്ല് നോക്കുമ്പോൾ 256 രൂപ, സോറി 258, എല്ലാം കൂടി 136 ആ റേഞ്ചിലാണ് മാസം വരുന്നത്. ചെറിയ കൺസ്യൂം ആണ് കാണുന്നത്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അവിടെ മീറ്റർ മാറ്റി വെക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ മീറ്റർ തകരാറില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് മീറ്റർ തകരാറ് നമ്മൾ കണ്ടുപിടിക്കാറ്? എല്ലാ 2 മാസങ്ങളിലും ഞങ്ങൾ മീറ്റർ റീഡിങ്ങിന് വിടും. മീറ്റർ റീഡിങ് വിടുന്നതോടൊപ്പം തന്നെ മീറ്റർ റീഡർമാർക്ക് മനസ്സിലാവാതെ നടക്കുന്നില്ല, അത് ഫാൾട്ടിയാക്കും. ഇനി അധികമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമുണ്ട്. അതിന് കൃത്യമായിട്ട് അതിനടുത്ത് തന്നെ ഒരു മീറ്റർ വെച്ചുകൊണ്ട്, പാരലൽ മീറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്നത് ഉപയോഗത്തിന് കണക്കായിട്ടാണ് ജനങ്ങൾക്ക് കാശ് നിശ്ചയിക്കുന്നത്. ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം OV രമേശ്, CITU ഏരിയ സെക്രട്ടറി KS ശ്രീനിവാസൻ, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി KP രാമേന്ദ്രൻ, P സന്തോഷ് കുമാർ, ബിനോ വർഗീസ്, റോണി ആന്റണി, സജി, ശ്രീരാഘവയ്യന്നൂർ, K ശശിധരൻ, രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:00 കെ.എസ്.ഇ.ബി. നല്ലോമ്പുഴ സെക്ഷനിലെ കരാർ ജീവനക്കാരൻ അരുൺകുമാറിനെയും കൂടെയുണ്ടായിരുന്ന അനീഷിനു നേരെ അക്രമമുണ്ടായത്. കാറ്റാങ്കവല ഈട്ടിത്തട്ടിലെ മാരിപ്പുറത്ത് ജോസഫിൻ്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയ ഇവരെ ജോസഫിൻ്റെ മകൻ സന്തോഷ് ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ അരുൺകുമാറിൻ്റെ ചെവിക്കും മൂക്കിനും പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ കേസെടുത്ത ചിറ്റാരിക്കാൽ പോലീസ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ, കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ അല്ല പിന്നെ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം, ഒപ്പം റെയിൻകോട്ടുകൾ,
കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.